ഹലോ കൂട്ടുകാരെ, കുറേ ദിവസങ്ങളായി ഞാൻ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, ഇപ്പോൾ എല്ലായിടത്തും ഇഷ്ടം പോലെ മാങ്ങയുള്ള സീസണാണ്. അപ്പോൾ എല്ലാവർക്കും മാങ്ങ സ്റ്റോർ ചെയ്ത് വയ്ക്കാം. പഴുത്ത് കളയരുത്. പഴുത്ത മാങ്ങയൊക്കെ എടുത്ത് സ്റ്റോർ ചെയ്ത് വെക്കാം, പച്ച എടുത്ത് വെക്കാം. അപ്പം അങ്ങനെ കുറച്ച് പഴുത്ത മാങ്ങ ഞാനെടുത്ത് വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പോൾ ആരെങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് എല്ലാം കാണാൻ പറ്റും. ആദ്യമേ ഞാൻ എന്താ ചെയ്തതെന്ന് ആദ്യമേ നമ്മൾ ഈ മാങ്ങ എല്ലാം പൂടിയിട്ട് മിക്സിയിൽ നല്ല ആയിട്ട് പേസ്റ്റായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ട് നല്ല ചൂട് കട്ടിയുള്ള ഒരു ചീനിച്ചട്ടി അടുപ്പ് വെച്ചിട്ട് അതിലായിട്ട് ഇത് നമുക്ക് നല്ലതായിട്ട് ഇളക്കിയെടുക്കാം. ഇളക്കി മറ്റേതൊക്കെ അടിക്ക് പിടിക്കുന്ന പോലെ എളുപ്പമൊന്നും അടിക്ക് പിടിക്കത്തില്ല. പിന്നെ ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കും, മാറി നിന്നോണം. അപ്പോൾ തീയൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാൻ 2 കപ്പ് പഞ്ചസാരയാണ് ഇടുന്നത്. നമുക്ക് കൂടുതൽ പഞ്ചസാര ഇട്ട് വെക്കുവാണെങ്കിൽ നമ്മൾ ജ്യൂസ് അടിക്കുമ്പോഴത്തേക്ക് പിന്നെ വേറെ പഞ്ചസാര ചേർക്കേണ്ട വരത്തില്ല. ഫ്രൂട്ടി ആയിട്ടൊക്കെ പിള്ളേർക്ക് കൊടുക്കാനൊക്കെ നല്ല സൂപ്പറാണ്. പിള്ളേരൊക്കെ ഇപ്പോൾ ഇനി അവധിയല്ലേ, ഇപ്പോൾ പിള്ളേർക്കൊക്കെ ഫ്രൂട്ടി ആയിട്ടൊക്കെ കൊടുക്കാൻ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ എടുത്ത് വെക്കുക. ഇത് നമ്മൾ ഇതിൻ്റെ വെള്ളമെല്ലാം പറ്റി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് പഞ്ചസാര ഒരു പ്രിസർവേറ്റീവാണ്, എന്നാലും സ്വല്പം നാരങ്ങാനീര് അല്ലെങ്കിൽ വിനാഗിരി 2 ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിക്കണം. വിനാഗിരിയും നാരങ്ങാനീരും ഒക്കെ ചേർക്കുമ്പോഴത്തേക്ക് പുളിയൊന്നും ഉണ്ടാകത്തില്ല. മധുരമുള്ള മാങ്ങയല്ലേ, നമ്മൾ ജ്യൂസ് എടുക്കുമ്പോൾ ഒരു ചെറിയ പുളി വേണമല്ലോ, മധുരം മാത്രം പോരല്ലോ. അപ്പോൾ അതിന് ഇത് നല്ലതാണ്. അപ്പോൾ ഇത് എന്നിട്ട് ഇത് പറ്റി കുറുകി വന്ന ശേഷം നമുക്കത് ഓഫ് ചെയ്ത് വെക്കാം. കണ്ടോ, അത് കളറെല്ലാം മാറും. ഇത് നമ്മൾ അവസാനം കണ്ട കളറെല്ലാം മാറി. ഇത് നമുക്കിനി അത് ഓഫ് ചെയ്ത് വെക്കണം. ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് പിറ്റേ ദിവസം എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പാട നിൽക്കും. ആ പാട എന്ന കുഴപ്പമൊന്നുമില്ല, നമ്മൾ ആ തവി കൊണ്ടൊന്ന് ഉടച്ച് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് പോകും. പിന്നെ നമ്മൾ ഇത് ജ്യൂസ് അടിക്കാനായിട്ട് എടുക്കുമ്പം അത് മിക്സിയിലൊന്ന് അടിച്ച് വെള്ളവും കൂടെ ചേർത്ത് അടിച്ചെടുക്കുകയാണെങ്കിൽ സൂപ്പർ ജ്യൂസാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആരും മാങ്ങ ഒന്നും വേസ്റ്റാക്കി കളയരുത്. അപ്പം മാങ്ങയുടെ സീസണിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ മാങ്ങ ഇല്ലാത്ത സമയത്ത് നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ ഞാനിത് ഫ്രീസറിൽ ഒരു കുപ്പി എടുത്ത് വെക്കും. ബാക്കി നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഡോറിൽ വെക്കാം, ഇപ്പോൾ അത്യാവശ്യമുള്ളപ്പോൾ എടുക്കാം. ഓക്കെ, ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.